മൂവിയുടെ ആദ്യ സീനിൽ കാണിക്കുന്നത് ഒരു സ്കൂൾ ബസ്സാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ആ ബസ്സിന് പുറകെ നമ്മുടെ നായകനായ പീറ്റർ പോകുകയാണ്. ഡ്രൈവർ ആണെങ്കിൽ അവനെ കാണാത്തതുപോലെ വണ്ടി ഓടിക്കും. പെട്ടെന്ന് നമ്മുടെ നായികയായ മാരി ഗെയിൻ വണ്ടിയുടെ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറയുകയും വണ്ടി നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ പീറ്റർ ബസ്സിൽ കയറുന്നു. എല്ലാവരും അവനെ നോക്കി കളിയാക്കും. കാൽ തട്ടി വീഴ്ത്തിയ ശേഷം എല്ലാവരും കളിയാക്കി ചിരിക്കുന്നു. അന്ന് അവരെല്ലാം കൂടി കോളേജിൽ നിന്ന് ഒരു റിസർവ് ലാബിലേക്ക് ആണ് പോകുന്നത്. പീറ്റർ പഠിക്കാനായി ആ ലാബിലേക്ക് ചെല്ലും. ഈ സമയം തന്നെ അവന്റെ ഫ്രണ്ടായ ഹാരിയെ കാണും. അവന്റെ ഫാദർ വലിയ കോടീശ്വരനാണ്. അങ്ങനെ അവൻ തന്റെ കൂട്ടുകാരനായ പീറ്ററിനെ കണ്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് അവൻ തന്റെ ഫാദറിനെ പീറ്ററിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ അവർ പരിചയപ്പെട്ടതിന് ശേഷം ലാബിലേക്ക് ചെല്ലുന്നു. അവർ കയറി ചെല്ലുന്നത് ചിലന്തികളെ പറ്റി ഗവേഷണം ചെയ്യുന്ന ലാബിലേക്കാണ്. ഇവിടെ അനേകം വിധത്തിലുള്ള ചിലന്തികൾ ഉണ്ട് എന്നും പലതും വിഷമേറിയതാണെന്നും അവർ പറഞ്ഞു കൊടുക്കുന്നു. ഇതിനിടയിൽ പീറ്റർ ചിലന്തിയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ ഫ്രണ്ട്സ് അത് തട്ടിക്കളയുന്നു. അങ്ങനെ അവർ അവിടുത്തെ എല്ലാ ചിലന്തികളെയും പറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുകയാണ്, ഇവിടെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ചിലന്തികളെ വെച്ചിട്ട് പുതിയ ഇനത്തിൽ പെട്ട 15 ചിലന്തികൾക്ക് ഞങ്ങൾ ഉത്ഭവം നൽകിയിരിക്കുന്നു. പക്ഷേ ഇതിൽ 14 ഉള്ളൂ എന്ന് മാരി ഗെയിൻ പറയുന്നു. അവർ നോക്കുമ്പോൾ അതിൽ ഒരു കൂട്ടിൽ ചിലന്തിയെ കാണാനില്ല. അത് മറ്റു പരീക്ഷണങ്ങൾക്ക് ലാബിൽ കൊണ്ടുപോയി കാണും എന്ന് അവർ പറയുന്നു. എന്നാൽ സത്യത്തിൽ ആ ചിലന്തി കൂട്ടിൽ നിന്ന് ചാടി മുകളിൽ ഇരിക്കുകയാണ്. ക്ലാസിന്റെ ഇടയിലെല്ലാം തന്നെ പീറ്റർ മാരി ഗെയിനെ ആണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പീറ്ററിന് അവളെ ഇഷ്ടമാണ്. പക്ഷെ പീറ്ററിന് അത് തുറന്നു പറയാൻ മടിയാണ്. അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി ലാബിൽ വിദ്യാർത്ഥി നിൽക്കുന്നതിന്റെ ഫോട്ടോ വേണമെന്നും മാരി അവിടെ നിന്നാൽ മാരിയുടെ ഫോട്ടോ എടുക്കാമെന്നും പറയുന്നു. അങ്ങനെ മാരി നിൽക്കുകയും അവൻ അവളുടെ ഫോട്ടോ എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മുകളിലുണ്ടായിരുന്ന ചിലന്തി താഴേക്ക് വരികയും അവന്റെ കയ്യിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ആരോ വിളിക്കുന്നത് കൊണ്ട് മാരി അവിടെ നിന്ന് പോകുകയും പെട്ടെന്ന് തന്നെ ആ ചിലന്തി അവന്റെ കയ്യിൽ കടിക്കുകയും ചെയ്തു.